തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്തി ചികിത്സ നൽകാനുള്ള ദൗത്യം ഇന്നും തുടരും. ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയിലാണ് വന്യജീവി സംരക്ഷകർ. അതിരപ്പള്ളിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, എന്തായാലും ആനയെ കണ്ടെത്തി ചികിത്സ നൽകുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നുള്ളതാണോ അവർ പറയുന്നത്? സ്വാതി, തീർച്ചയായും ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കാട്ടാനയെ ആദ്യമായി കാണുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഈ കാട്ടാനയെ കൃത്യമായി ഈ അതിരപ്പള്ളി പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നടത്തിയ പരിശോധനയിൽ കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ 6 മേഖലകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ നടത്തിയത്. പക്ഷേ ആ പരിശോധനയിൽ ഇപ്പോൾ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് കാണാൻ കഴിയും ചെക്ക് പോസ്റ്റ് കടന്നവർ ഉള്ളിലേക്ക് പോകുന്നത്. അതായത് ഇന്നലെ രാത്രിയിൽ എല്ലാവരും നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ ആ നിരീക്ഷണത്തിലൊന്നും ആനയെ കൃത്യമായി എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യനില അടക്കം സംബന്ധിച്ച ചെറിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ 1-ാം ബ്ലോക്കിലും 3-ാം ബ്ലോക്കിലും അതുപോലെ തന്നെ 17-ാം ബ്ലോക്കിലും അടക്കം തെരച്ചിൽ നടത്തിയിരുന്നു. മറ്റൊന്ന് വാടാമുറി, തടിമുടി, ഫാക്ടറി ഡിവിഷൻ, അതുപോലെ തന്നെ കശുമാവിൻ തോട്ടം, ഈ പ്രദേശങ്ങളിലെല്ലാം ഇന്നലെ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി. പക്ഷേ അവിടെ ഒന്നും കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞ സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഉൾവനത്തിലേക്ക് പൂർണ്ണമായ രീതിയിൽ കാട്ടാന ഇപ്പോൾ പിൻവലിഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ദൗത്യസംഘം ഉള്ളത്. അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള 50-അംഗ ദൗത്യസംഘമാണ് ഇന്നലെ വിവിധ മേഖലകളിൽ തിരച്ചിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ കാട്ടാനയെ കണ്ടെത്തുന്ന പ്രദേശവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അവിടെ വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുന്ന പ്രദേശത്ത് വെച്ച് കാട്ടാനയെ കണ്ടെത്തിയാൽ മാത്രമേ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം കാട്ടാനയെ കണ്ട സമയത്ത് പോലും നമുക്കറിയാം, നമ്മളിവിടെ നിൽക്കുന്നതിന് തൊട്ട് പിന്നിലായിട്ടുള്ള ഈ ഒരു എണ്ണപ്പറത്തോട്ടത്തിന് സമീപത്തടക്കം കാട്ടാനയെ കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു പ്രദേശത്ത് വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം തൊട്ടടുത്ത് ചാലക്കുടി പുഴയാണ്. അപ്പോൾ മയക്കുവെടി വെച്ചതിന് ശേഷം കാട്ടാന പുഴയിലേക്കോ മറ്റോ ഇറങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ അത് കാട്ടാനയുടെ ജീവന് തന്നെ ഭീഷണിയാകാനുള്ള ഒരു സാധ്യത അത് മുൻനിർത്തിയാണ് ഈ ഒരു പ്രദേശം സ്വീകരിച്ച് കാട്ടാനയെ മാറ്റാനുള്ള ഒരു ശ്രമം കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വേറൊരു പ്രദേശത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും പക്ഷേ ഭയന്ന കാട്ടാന അത് ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പിൻവലിഞ്ഞ കാട്ടാനയെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരിടത്തും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാട്ടാന കൂട്ടങ്ങൾ പല പ്രദേശങ്ങളിലായി ഇപ്പോൾ കാട്ടാന കൂട്ടങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ ദൗത്യസംഘമാണെങ്കിൽ പോലും പല പ്രദേശങ്ങളിലും ഒറ്റയാനടക്കമുള്ളവരെ കണ്ടെത്തുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഈ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന കൂട്ടത്തിലും ഉണ്ടായിരുന്നില്ല, കണ്ടെത്തിയ കാട്ടാനകളുടെ സമീപവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ഉൾക്കാട്ടിലേക്കടക്കം ഒരു പക്ഷേ പരിശോധന തുടരേണ്ടി വരും. അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും തുടരുന്നുണ്ട്. പക്ഷേ ഉൾക്കാടായതിനാൽ തന്നെ ആ ഒരു പരിശോധനയിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും അത്ര കാര്യക്ഷമമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്തുക എന്നുള്ള ദൗത്യം ഇന്നും തുടരും എന്നുള്ളതാണ് വന്യജീവി സംരക്ഷകർ പറയുന്നത്. രാവിലെ തന്നെ ഉദ്യോഗസ്ഥർ ദൗത്യത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആനയെ കണ്ടെത്താൻ വൈകുന്നത് ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന ആശങ്കയും വന്യജീവി സംരക്ഷകർക്കുണ്ട്. കണ്ടെത്തി മയക്കുവെടി വയ്ക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. തൊട്ടടുത്ത് തന്നെ ചാലക്കുടി പുഴയുണ്ട്, അവിടേക്ക് ആന പോകുമോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നും ആ ഒരു ദൗത്യം തുടരും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആനയെ കണ്ടെത്തി അതിന് മയക്കുവെടി നൽകി ചികിത്സ നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള ദൗത്യം അവിടെ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ആനയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലേറെ ശ്രമകരമാകുന്നതും വെല്ലുവിളിയാകുന്നതും. 2 ദിവസം മുമ്പ് വരെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നലെ അത് സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി ആനയെ കണ്ടെത്താനുള്ള ദൗത്യം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളിയിലാണ് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്കായുള്ള ദൗത്യം കുറച്ച് ദിവസങ്ങളായി തന്നെ ആരംഭിച്ചത്. ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആനയെ കണ്ടെത്താനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചത്. എന്നാൽ ആനയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ആനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്.
ആസിഫാണ് ആ വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, ഇപ്പോൾ രാവിലെ ഏത് രീതിയിലാണ് ആനയെ കണ്ടെത്താനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കാട്ടാനയെ ഈ വാസ്തവത്തിൽ മുറിവേറ്റ കാട്ടാനയെ ഈ ചാലക്കുടി പുഴയുടെ ഒരു സമീപത്തുള്ള പ്രദേശത്ത് വെച്ച് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അങ്ങോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ അതിനെ മറ്റേ നടപടികളിലേക്ക് ശരി ആസിഫ്, മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ കണ്ടെത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ അതിനെ വെടിവെക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ്, മയക്കുവെടി വയ്ക്കാനുള്ള നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് ആസിഫ് നൽകിയ വിവരം.